ആരാണ് ഗൗതമ ബുദ്ധൻ? ബുദ്ധന്റെ തലയിൽ ചുരുൾമുടിയാണോ അതോ ഒച്ചുകളോ? ഈ ഒച്ചുകൾ ബുദ്ധന്റെ തലയിൽ എങ്ങനെ വന്നു? അതാണ് ഇന്നത്തെ ബ്രെയിൻ വേവ് ടോക്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. BC 563 നേപ്പാളിലെ കപിലവസ്തുവിന് സമീപമുള്ള ലംബോനിയിലാണ് ബുദ്ധമതത്തിന്റെ സ്ഥാപകനായ ശ്രീബുദ്ധൻ അഥവാ ഗൗതമ ബുദ്ധൻ ജനിക്കുന്നത്. കപിലവസ്തുവിലെ രാജാവിന്റെ പുത്രനായിട്ടാണ് ഗൗതമ ബുദ്ധൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് സിദ്ധാർത്ഥ ഗൗതം എന്നായിരുന്നു. സിദ്ധാർത്ഥൻ ജനിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയായ മായാദേവി മരണപ്പെടുകയായിരുന്നു. പിന്നീട് മാതൃസഹോദരിയായ ഗൗതമിയാണ് അദ്ദേഹത്തിനെ വളർത്തിയത്. ഒരു രാജകുമാരന്റെ എല്ലാ സൗഭാഗ്യത്തോടെയും അദ്ദേഹം കൊട്ടാരത്തിൽ വളർന്നു. സാധാരണ ജനങ്ങളുടെ കഷ്ടതകൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പിന്നീട് തന്റെ 16-ാം വയസ്സിൽ അദ്ദേഹം വിവാഹം കഴിക്കുകയും അതിൽ ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു. എന്നിരുന്നാലും ഏകാന്തമായി ജീവിക്കാനായിരുന്നു ബുദ്ധന് ഇഷ്ടം. തന്റെ 29-ാം വയസ്സിൽ എല്ലാം ഉപേക്ഷിച്ച് ഏകാന്തമായി ബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങി. പരമമായ സത്യത്തെ തേടിയായിരുന്നു അദ്ദേഹം അലഞ്ഞത്. പലപ്പോഴും കഠിനമായി തപസ് ചെയ്തിരുന്നു. പിന്നീട് തന്റെ 35-ാം വയസ്സിൽ കഠിന തപസ്സിലൂടെ അദ്ദേഹം ജ്ഞാനം നേടുകയും പിന്നെ ശ്രീബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുവാനും തുടങ്ങി. അങ്ങനെ അദ്ദേഹം ബുദ്ധമതം സ്ഥാപിച്ചു. അതിന്റെ വികസനത്തിന് വേണ്ടി പരിശ്രമിച്ചു. ബുദ്ധ പ്രതിമകളിലും ഫോട്ടോസിലുമൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ മുടിയിൽ എന്തോ ചുരുണ്ടിരിക്കുന്നത് പോലെ തോന്നാറുണ്ടല്ലോ. അതെ, അദ്ദേഹത്തിന്റെ ചുരുൾമുടിയാണോ? അദ്ദേഹത്തിന്റെ ചുരുണ്ട മുടിയല്ല കാണിക്കുന്നത്, പകരം ഒച്ചുകളെയാണ്. ഒരിക്കൽ വളരെയധികം ചൂടുള്ള ഒരു ദിവസം ശ്രീബുദ്ധൻ തപസ് ചെയ്യുകയായിരുന്നു. ശക്തമായ വെയിലിന്റെ കാഠിന്യം അദ്ദേഹത്തിന്റെ മുടികളില്ലാത്ത തലയിൽ പതിക്കുകയും ചെയ്തു. ഇത് നിലത്തുകൂടെ സഞ്ചരിച്ചു പോകുന്ന ഒച്ചുകൾ കാണുകയും അവ ബുദ്ധന്റെ തലയിൽ തണുപ്പ് നൽകാനായി 108 ഒച്ചുകൾ ഒരു തൊപ്പി പോലെ ബുദ്ധന്റെ തലയിൽ വന്നിരിക്കുകയും ചെയ്തു. അവയുടെ മൃദുലമായ ശരീരം കൊണ്ട് ബുദ്ധനെ സൂര്യന്റെ തീവ്രകിരണങ്ങളിൽ നിന്നും സംരക്ഷിച്ചു. എന്നാൽ സഹിക്കാനാകാത്ത ചൂട് കാരണം പിന്നീട് അവ ചത്തുപോകുകയും ചെയ്തു. ആ 108 ഒച്ചിന്റെ ത്യാഗ മനസ്സ് കാണിക്കാനാണ് എല്ലാ ബുദ്ധന്റെ പ്രതിമയിലും ബുദ്ധന്റെ പടങ്ങളിലും അവരെ കാണിച്ചിരിക്കുന്നത്. മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.